ഒരു സ്നേഹിതൻ മറ്റൊരു സ്നേഹിതനോട് വന്നിട്ട് 3 അപ്പം വായ്പ ചോദിച്ചു. 3 അപ്പം വായ്പ ചോദിക്കുന്ന സമയത്ത് ആ സ്നേഹിതൻ പറഞ്ഞു, എനിക്ക് എഴുന്നേൽക്കാൻ പറ്റത്തില്ല, വാതിലടച്ചിരിക്കുക, കുഞ്ഞുങ്ങൾ എൻ്റെ കൂടെ കിടക്കുക, അതുകൊണ്ട് എനിക്ക് എഴുന്നേൽക്കാൻ പറ്റില്ല. പക്ഷെ ഈ സ്നേഹിതൻ മുട്ടിക്കൊണ്ടേയിരുന്നു. അപ്പം ലജ്ജ കൂടാതെ മുട്ടിക്കൊണ്ടിരുന്നത് കൊണ്ട് അദ്ദേഹം എഴുന്നേറ്റു, വേണ്ടുന്നിടത്തോളം അപ്പം കൊടുത്തു. സ്തോത്രം. എന്തുകൊണ്ടാണ് ഈ സ്നേഹിതൻ മുട്ടിക്കൊണ്ടിരുന്നത്? നമ്മളാണ് തിരിച്ചു പോകത്തില്ലേ? എനിക്ക് എഴുന്നേൽക്കാൻ പറ്റില്ല, വാതിലടച്ചിരിക്കുക, കുഞ്ഞുങ്ങൾ കിടക്കുക, തടസ്സങ്ങൾ പറഞ്ഞപ്പോൾ നമ്മൾ പോകത്തില്ല, തിരിച്ചു മടങ്ങി പോകും. പക്ഷേ ലജ്ജ കൂടാതെ ഈ സ്നേഹിതൻ എന്തുകൊണ്ടാണ് മുട്ടിക്കൊണ്ടിരുന്നേ? അവിടെ അപ്പമില്ല എന്ന് പറഞ്ഞില്ല. അപ്പോൾ സ്നേഹിതനറിയാം അവിടെ അപ്പമുണ്ട്, അതുകൊണ്ട് എനിക്ക് ലജ്ജ കൂടാതെ, എനിക്ക് ഒരു ലജ്ജയില്ലാതെ എനിക്ക് മുട്ടിക്കൊണ്ടിരിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നല്ല സ്നേഹിതനായ നമ്മുടെ കർത്താവിനോട് നമുക്ക് യാചിക്കാം, നമുക്ക് മുട്ടിക്കൊണ്ടേയിരിക്കാം. തടസ്സങ്ങളാ അല്ലേ? ജോലിക്ക് പോകാൻ പറ്റത്തില്ല, ഇൻ്റർവ്യൂവിന് പാസ്സായില്ല, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ വിവാഹമൊന്നും ആയില്ല, ശുശ്രൂഷകളിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, എവിടെ നോക്കിയാലും തലമുറകൾ, കുഞ്ഞുങ്ങൾക്ക് വിവാഹം കഴിഞ്ഞു മക്കളില്ല, അല്ലെങ്കിൽ ജീവിതത്തിൽ പല ചോദ്യചിഹ്നങ്ങൾ, പല വേദനകൾ, തടസ്സങ്ങൾ പലതുണ്ട്. പക്ഷെ ഒറ്റ കാര്യം, എത്ര തടസ്സം ഉണ്ടെങ്കിലും, എത്ര പ്രതികൂലമുണ്ടെങ്കിലും, അതിനകത്തൊരു വിടുതലില്ലെന്ന് നമുക്ക് തോന്നിയാലും നമുക്ക് ലജ്ജ കൂടാതെ എൻ്റെ അപ്പനോട്, നല്ല സ്നേഹിതനായ എൻ്റെ യേശുവിനോട് നമുക്ക് യാചിച്ചുകൊണ്ടേയിരിക്കാം. അവിടെ 3 അപ്പം വായ്പ ചോദിച്ചത്, പക്ഷെ വേണ്ടുന്നിടത്തോളം കൊടുത്തു. നമുക്ക് ലജ്ജ കൂടാതെ മുട്ടിക്കൊണ്ടിരിക്കാം. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമായി, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നടത്തുന്ന കർത്താവ് നമ്മുടെ കൂടെ